ഇന്ന് രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 82ാം പിറന്നാളാണ്. 1944 ഓഗസ്റ്റ് 20-നാണ് ഫിറോസ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും മകനായ രാജീവ് ജനിച്ചത്. പൈലറ്റായിരിക്കെ അമ്മ ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് രാഷ്ട്രീയത്തിലേക്ക് അവിചാരിതമായി എത്തപ്പെട്ട രാജീവ് പിന്നീട് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയായി മാറിയത് ഏവരെയും അമ്പരപ്പിക്കുന്നതാണ് കണ്ടത്. ഇന്ത്യയിൽ ഡിജിറ്റൽ വിപ്ലവത്തിന് തുടക്കം കുറിച്ച കമ്പ്യൂട്ടർ വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രിയായി രാജീവ് മാറി. അത് ചരിത്രം. അച്ഛൻ്റെ പിറന്നാൾ ദിനത്തിൽ ഇന്ന് മകൻ രാഹുൽ ഗാന്ധി എഴുതിയ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പ് ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. അമ്മയെ അഭിസംബോധന ചെയ്താണ് കുറിപ്പ് എഴുതിയിരിക്കുന്നത്. രാജീവ് ഗാന്ധിയുടെ മരണശേഷം എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് സോണിയ മുന്നേറിയതും അത് എത്രത്തോളം കഠിനമായിരുന്നുവെന്നും വളരെ ഹ്രസ്വമായ ആ കുറിപ്പിൽ രാഹുൽ വ്യക്തമാക്കുന്നുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: മമ്മ, 35 വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ അച്ഛനെയും അമ്മയെയും ഒന്നിച്ച് കണ്ടത്. അച്ഛൻ മരിച്ച ദിവസം മുതൽ ജീവിതം തന്ന എല്ലാത്തിനെയും ഒരിക്കലും അവസാനിക്കാത്ത ധൈര്യത്തോടും അന്തസ്സോടും കൂടി നിങ്ങൾ നേരിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഏതവസ്ഥയിലൂടെയാണ് അമ്മ കടന്നുപോയിട്ടുള്ളതെന്നും അച്ഛൻ്റെ മരണശേഷം അമ്മയുടെ ജീവിതം എത്രത്തോളം കഠിനമായിരുന്നുവെന്നും എനിക്കും സഹോദരി പ്രിയങ്കയ്ക്കും മാത്രമേ ശരിക്കും അറിയുകയുള്ളൂ. ബിലോങ്ങിങ് എ ജേർണി ഓഫ് ലവ് എന്ന അമ്മയുടെ ഓർമ്മ പുസ്തകം ഒടുവിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ വായിക്കാൻ പോകുന്നു എന്നതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷവും അഭിമാനവുമുണ്ട്. അമ്മയെപ്പോലെ സ്വകാര്യതയെ മാനിക്കുന്ന ഒരാൾ തന്നെ മനോഹരമായ നിങ്ങളുടെ കഥ ലോകത്തോട് തുറന്നു പറയുന്നത് എത്ര കഠിനമാണെന്ന് എനിക്കറിയാം. ഇന്ന് ജന്മദിനത്തിൽ അച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ മനോഹരിയായ സോണിയയെ അഭിമാനത്തോട് നോക്കുന്നത് എനിക്ക് കാണാം. ഇതാണ് രാഹുൽ കുറിപ്പിലൂടെ പറയുന്നത്. അതിൽ എല്ലാമുണ്ട്. 1991 മെയ് 21-നാണ് രാജീവ് ഗാന്ധി തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ വെച്ച് നടന്ന മനുഷ്യ ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിനുശേഷം അതുവരെ ഒരു കുടുംബിനി മാത്രമായിരുന്ന സോണിയ പതിയെ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതും കോൺഗ്രസിൻ്റെ കടിഞ്ഞാൺ ഏറ്റെടുക്കുന്നതും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ശക്തിയായ വനിതയായി മാറുന്നതുമെല്ലാം ഒരു സിനിമ കഥയെ വെല്ലുന്ന നാടകീയതകളായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സോണിയയുടെ ഓർമ്മ പുസ്തകം പുറത്തിറങ്ങുന്നത് സംബന്ധിച്ച വാർത്ത പുറത്തു വന്നത്. 1965 കേംബ്രിഡ്ജിൽ വിദ്യാർത്ഥിയായിരിക്കെ രാജീവ് ഗാന്ധിയെ കണ്ടുമുട്ടിയതും അതിനുശേഷമുള്ള ജീവിതവും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും വധത്തിന് ശേഷമുള്ള അനുഭവങ്ങളും രാഷ്ട്രീയത്തിലേക്കുള്ള തൻ്റെ കടന്നുവരവും എല്ലാം വിശദമാക്കുന്നുണ്ട് പുസ്തകത്തിൽ. 2004 താൻ പ്രധാനമന്ത്രി പദം നിരസിച്ച തീരുമാനവും ഇന്ത്യയിലെ രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ചും സോണിയ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിൻ്റെ രേഖപ്പെടുത്തലായി മാറുന്ന പുസ്തകമാകും ബിലോങ്ങിങ് എ ജേർണി ഓഫ് ലവ്. ഒരുപക്ഷെ സോണിയാഗാന്ധി എന്തൊക്കെ പറയുന്നു എന്നതിനേക്കാൾ എന്തൊക്കെ പറയാതെ പോകുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാകും ഈ പുസ്തകം ചർച്ച ചെയ്യപ്പെടുക എന്നത് ഉറപ്പാണ്. കാരണം സോണിയ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് വന്ന ശേഷം പാർട്ടിയിലുണ്ടായ മാറ്റങ്ങൾ ഉൾപ്പെടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിർണായകമായ ഏടുകളാണ്. അതിലേറെയും ഇന്നും വൻ വിവാദമായി നിൽക്കുന്നതുമാണ്. അതൊക്കെ പുസ്തകത്തിലുണ്ടാകുമോ എന്ന ആകാംക്ഷ എല്ലാവർക്കുമുണ്ട്.